നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മെയ് മാസത്തിൽ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായി ഈ മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. ഇടവത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ കുജൻ, ബുധൻ, രാഹു, മേടത്തിൽ ശുക്രൻ, രവി എന്നിവയും സ്ഥിതി ചെയ്യുന്നു. എന്നാൽ മെയ് 10 ബുധൻ മേടം രാശിയിലേക്കും, മെയ് 15 രവി ഇടവത്തിലേക്കും, ശുക്രൻ മെയ് 19 ഇടവം രാശിയിലേക്കും, മെയ് 31 ബുധൻ വീണ്ടും രാശി മാറി ഇടവം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാരുടെയും 2024 മെയ് മാസത്തിലെ ഫലം പറയാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായി ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക. മാസഫലങ്ങളും വർഷഫലങ്ങളും എല്ലാം ഗോചരഫലങ്ങളാകയാൽ കൂടുതൽ വിശദമായി സ്വന്തം ഗ്രഹസ്ഥിതി പരിശോധിച്ച് വഴിപാടുകൾ സമർപ്പിച്ച് കാര്യങ്ങൾ ഭേദപ്പെടുത്തി എടുക്കേണ്ടതാണ്. അതിനായി ഗ്രഹനിലകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ 2024 മെയ് മാസത്തിൽ ധനനേട്ടം, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുവാനും കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ധനവർദ്ധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകളും ഉണ്ടായേക്കാം. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകളും യാത്രകളിൽ അലച്ചിലുകളും പ്രതീക്ഷിക്കാം. സുഖാനുഭവങ്ങളും ശത്രുനാശം, വസ്ത്രാഭരണാദി നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം. വെള്ളി, ശനി ദിവസങ്ങളിൽ മേന്മകൾ വർദ്ധിച്ചു നിൽക്കും. യാത്രകളും പണമിടപാടുകളും ആ ദിവസങ്ങളിൽ നന്നായിരിക്കും. നേത്രസംബന്ധമായ രോഗങ്ങളും ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകളും ഉഷ്ണസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ദൈവാധീനത്തിനായി മഹാദേവന് ധാര, ഭദ്രയിങ്കൽ ചുവന്ന ഹാരം, രക്തപുഷ്പാഞ്ജലി എന്നിവ സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ മെയ് മാസത്തിൽ ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, എല്ലാ കാര്യത്തിലും ഒരു വിജയം ഉണ്ടാകുന്നതാണ്. സന്തോഷാനുഭവങ്ങളും പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും സാധ്യത കാണുന്നുണ്ട്. നല്ല ആരോഗ്യത്തിനും ഉടമയായിരിക്കും. ബന്ധുക്കൾ മൂലം പലവിധ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനാകും. ധനവർദ്ധനവ് ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് കർമ്മസംബന്ധമായ ക്ലേശങ്ങൾക്കും ജോലി മാറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. ചില അപമാനങ്ങളും തന്മൂലം മനപ്രയാസങ്ങളും ഉണ്ടാകാനിടയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. സന്താനഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. സന്താനങ്ങളുടെ ജോലിക്കായും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട്. ശത്രുശല്യം കുറയുവാനും സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരദേശ യാത്രകളും യാത്രാക്ലേശങ്ങളും വന്നുപെടാം. ഞായറാഴ്ച ദിവസങ്ങൾ നന്നല്ല. ഉദരസംബന്ധമായ രോഗങ്ങളും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട്. മഹാദേവന് പിൻവിളക്ക്, ശാസ്താവിന് നീരാഞ്ജനം, ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. മിഥുനക്കൂറ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. ധനലാഭമുണ്ടാകാനും പുതിയ സ്ഥാനമാനങ്ങൾ, സുഖം, കാര്യവിജയം എന്നിവ ലഭിക്കാനും ഇടയുണ്ട്. കർമ്മരംഗത്ത് അഭിമാനകരമായ പ്രവൃത്തികൾ ചെയ്ത് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കും. ധനവരവ് ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും പ്രതീക്ഷിക്കേണ്ടതാണ്. ഉറ്റവരുടെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കളുമായും ചില കലഹങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വീട് മാറി താമസിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ശുഭകാര്യങ്ങൾക്കായി ധനച്ചിലവുകൾ വന്നുപെടും. വസ്തു സംബന്ധമായ തർക്കങ്ങൾ നിലനിൽക്കുന്നവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും.
എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ കേസുകളോ വഴക്കുകളോ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം ശുഭകരമായി പര്യവസാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകും. അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കുവാനും ഇടയുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കണം. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, ശാസ്താവിന് നീരാഞ്ജനം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. ഓം നമഃശിവായ നിത്യവും ജപിക്കുക. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ മെയ് മാസത്തിൽ ധനനേട്ടങ്ങൾ ഉണ്ടാകാനും ബന്ധുസമാഗമം, സർവാഭീഷ്ട ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. മേലധികാരികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്ഥാനമാന ലാഭം, സന്തോഷം, പേരും പ്രശസ്തിയും ഉണ്ടാകും. ശത്രുശല്യം കുറയാനിടയുണ്ട്. ചില സന്ദർഭങ്ങളിൽ അപവാദങ്ങൾ കേൾക്കാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങൾ മൂലം ചില സന്തോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നേട്ടങ്ങൾ കൊയ്യാനും അവസരങ്ങൾ ഉണ്ടാകും. സ്ത്രീകളുമായി ചില കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. രോഗാരിഷ്ടതകൾ ഉണ്ടായേക്കാം. ഉഷ്ണസംബന്ധമായ രോഗങ്ങളും ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മേന്മ കുറയാനാണ് സാധ്യത. ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, സർപ്പപൂജ, ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം, നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. ധനനേട്ടങ്ങൾക്കും കർമ്മരംഗത്ത് ഉയർച്ച, ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിക്കാനും സുഖപ്രാപ്തി, വീട്, വസ്തു, വാഹനം എന്നിവ വന്നു ചേരാനും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് അനുകൂല ഫലങ്ങൾ കാണാനിടയാകും. സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യ ചിലവുകൾ വന്നുപെട്ടേക്കാം. മനസമാധാനക്കുറവും അപമാനങ്ങൾ സഹിക്കേണ്ടതായും വന്നേക്കാം. ബന്ധുസമാഗമം, സർവാഭീഷ്ട ലാഭം, അധികാരികൾ മൂലം ചില സന്തോഷ അനുഭവങ്ങൾക്കും നല്ല ആരോഗ്യം കാഴ്ചവെക്കാനും ആകും. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സർവാഭീഷ്ട ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ സ്ത്രീകളുമായി കലഹിക്കാനിടയുണ്ട്. മുറിവുകളും ചതവുകളും വീഴ്ചകളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗണപതിക്ക് കറുകമാല, ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. നിത്യവും ഹനുമാൻ ചാലിസ ജപിക്കേണ്ടതാണ്. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ മാസത്തിൽ ധനനേട്ടങ്ങൾക്കും വീട്, വസ്തു, വാഹനം എന്നിവ വന്നു ചേരാനും അങ്ങനെ ചില ഭാഗ്യ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. അവരുടെ വിവാഹം, ജോലി, സന്താനലബ്ധിക്കായും കൂടെ സഹകരിക്കേണ്ടി വരുന്നതാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടം, സുഖപ്രാപ്തി എന്നിവ ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല മാസക്കാലമാണ്. സന്താനഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ്. ജോലിക്കായോ പഠനത്തിനായോ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. സുഖം, മനസമാധാനം, സർവാഭീഷ്ട ലാഭം, ആരോഗ്യപ്രാപ്തി, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒരു ബന്ധുവിൻ്റെ വിയോഗത്താൽ മനസ്സ് അസ്വസ്ഥമാകാം. ദമ്പതി സൗഖ്യം കുറയാം. കുടുംബത്തും ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ഉഷ്ണസംബന്ധമായ രോഗങ്ങളോ നേത്രസംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. ദേവിക്ക് നെയ്വിളക്ക് മാല ചാർത്തുകയും ഓം നമഃശിവായ 108 ഉരു നിത്യവും ജപിക്കുകയും ചെയ്യുക. തുലാക്കൂറ്. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ മെയ് മാസത്തിൽ ധനനേട്ടങ്ങൾ ഉണ്ടാകാനും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, ശത്രുനാശം ഉണ്ടാകാനും സർവകാര്യ വിജയം, സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം. തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അസുഖങ്ങൾക്കെല്ലാം ഒരു ശമനമുണ്ടാകാനും സാധ്യതയുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. വീട്ടുകാരും സുഹൃത്തുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്.
ദമ്പതി സൗഖ്യം കുറയാം. വീട് മാറി താമസിക്കുന്നതിനും കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾ മൂലം ചില മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം. സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ധനച്ചിലവുകളും വന്നുചേരും. കേസുകളോ വഴക്കുകളോ വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നേത്ര സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലും മേന്മ കുറയും. മഹാദേവന് ധാര, ദേവിക്ക് നെയ്വിളക്ക്, ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. നിത്യവും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കണം. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. ധനനേട്ടങ്ങൾക്കും സന്തോഷം, സർവകാര്യ വിജയം, ധനലാഭം, ശത്രുനാശം, ലോകബഹുമാനം എന്നിവ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് താൻ പോലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും. നിത്യവരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ്. നാനാവിധത്തിലുള്ള സുഖം, സർവകാര്യ വിജയം, അധികാരപ്രാപ്തി, സന്താനഭാഗ്യം എന്നിവ അനുഭവപ്പെടുന്നതാണ്. സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും സുഖപ്രാപ്തിക്കും സാധ്യതയുണ്ട്. എന്നാൽ രണ്ടാം പകുതിയിൽ എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വീട്ടിലുള്ളവരും സ്നേഹിതരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്ത് ചിലർക്ക് രോഗാവസ്ഥകൾ വന്നുപെട്ടേക്കാം. നിത്യവൃത്തിക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കുടുംബത്തും ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. മഹാദേവന് ധാര, ദേവിക്ക് മാല ചാർത്തുകയും ശാസ്താവിന് നീരാഞ്ജനം, സർപ്പപൂജ എന്നിവ അത്യന്താപേക്ഷിതമാണ്. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സർവകാര്യ വിജയം, ധനലാഭം, ശത്രുനാശം, ലോകബഹുമാനം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. പുതിയതായി ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും. സന്താനങ്ങളുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും. സുഹൃത്തുക്കൾ മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും മനപ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട്. ശത്രുശല്യം വർദ്ധിച്ചേക്കാം. വീട് മാറി താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. ബന്ധുക്കളുടെ വിരോധം സമ്പാദിക്കാൻ ഇടയുണ്ട്. കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകും. ശത്രുക്ലേശങ്ങൾ കൊണ്ട് മനപ്രയാസങ്ങളും ഉണ്ടാകാം. ധനമോ സ്വർണമോ വിലപിടിപ്പുള്ള രേഖകളോ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച ദിവസങ്ങൾ നന്നല്ല. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇനിയും കാത്തിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം. ഉദരസംബന്ധമായ രോഗങ്ങളോ രക്തദൂഷ്യങ്ങൾക്കോ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും ദേവിക്ക് യഥാവിധി വഴിപാടുകളും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ മെയ് മാസത്തിൽ ധനാഗമനം പ്രതീക്ഷിക്കാം. സുഖം, സർവകാര്യ വിജയം, ബന്ധുക്കൾ മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. സർവകാര്യ വിജയം, സന്താന ഭാഗ്യത്തിനും സന്താനങ്ങൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിവാഹം മുടങ്ങിക്കിടന്നിരുന്നവർക്ക് അവ തീരുമാനമാകാനും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. സ്ഥാനമാന ലാഭം, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകും. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. സുഹൃത്തുക്കൾ മൂലം ചില നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം. സുഖം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. അനാവശ്യമായ വാക്കുതർക്കങ്ങൾക്ക് ഇടം നൽകരുത്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില മനപ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചില അപമാനങ്ങൾ സഹിക്കേണ്ടതായും വന്നേക്കാം. യാത്രാക്ലേശങ്ങളും വന്നുപെടും. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ഓം നമഃശിവായ 108 ജപിക്കുകയും ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും മുന്നോട്ടു പോകേണ്ടതാണ്. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക്
ഈ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. ശത്രുപരാജയം, മനസ്സുഖം, ധനലാഭം, സ്ഥാനമാന ലാഭം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്കും ഉദ്യോഗപ്രാപ്തി ഉണ്ടാകുന്നതാണ്. ഭാഗ്യ ആനുകൂല്യങ്ങൾ വർദ്ധിക്കുവാനും നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകാനും സ്നേഹിതർ മൂലം സന്തോഷങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ചില യാത്രാക്ലേശങ്ങളും എതിർലിംഗക്കാരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും രോഗാരിഷ്ടതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. വീട് മാറി താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം. ചില അപമാനങ്ങൾ സഹിക്കേണ്ടതായി വരും. നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. മഹാദേവന് ധാര, ദേവീക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും ശാസ്താവിന് എള്ളുപായസം, സർപ്പപൂജ എന്നിവ അത്യന്താപേക്ഷിതമാണ്. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. ധനലാഭം, മനസന്തോഷം, രോഗമുക്തി, ശത്രുപരാജയങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം, കർമ്മരംഗത്ത് ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. മോശം സുഹൃത്തുക്കൾ മൂലം ക്ലേശങ്ങൾ വരാനിടയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ചതിവുകൾ പറ്റാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തുള്ളവരുമായും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബന്ധുക്കൾ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ദുർജന സംസർഗം ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിത്യവൃത്തിക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകാം. ബിസിനസ് രംഗത്ത് നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ അതീവ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. സർപ്പപൂജ, ഹനുമൽ സ്വാമിക്ക് കുങ്കുമാഭിഷേകം, ദേവിക്ക് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. 5-ാം തീയതി നീറ്റ് എഴുതുന്ന ധാരാളം കുട്ടികൾ എന്നെ സമീപിച്ചിരുന്നു. അവർക്ക് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ടും വിജയിക്കാനായി പ്രാർത്ഥനകളും നേരുന്നു. ഫലങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ചാൽ മാത്രമേ കാര്യസാധ്യമുണ്ടാവൂ. അതുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റെ വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.